ഏഴാം ക്ലാസ്സിലെ 2024-25 ഫസ്റ്റ് ടേം ഗണിതം ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസേഴ്സാണ് ഈ വീഡിയോയിൽ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, തന്നിരിക്കുന്ന അളവിൽ സാമാന്തരികം വരയ്ക്കുക. സാമാന്തരികം എന്ന് പറഞ്ഞാൽ പാരലോഗ്രാം, അതായത് ചതുരം, റെക്റ്റാങ്കിളിനെ പതുക്കെ ഒന്ന് ചെരിച്ചിട്ടാൽ നമുക്ക് സാമാന്തരികം അല്ലെങ്കിൽ പാരലോഗ്രാം കിട്ടും. അതിൻ്റെ പ്രത്യേകതകൾ: ഓപ്പോസിറ്റ് സൈഡ്സ്, വിപരീത വശങ്ങൾ തുല്യമായിരിക്കും, വിപരീത കോണുകളും തുല്യമായിരിക്കും. അഡ്ജസൻ്റ് ആയിട്ടുള്ള രണ്ട് തൊട്ടടുത്തുള്ള കോണുകൾ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 180 കിട്ടണം, 180 കിട്ടും. ഇനി തന്നിരിക്കുന്ന അളവിൽ സാമാന്തരികം വരയ്ക്കുക. ഇത് വരയ്ക്കുന്നതിന് വേണ്ടിയിട്ട് 5 സെൻറ്റിമീറ്ററിൽ AB വരയ്ക്കുക. ബിയിൽ നിന്നും 50 ഡിഗ്രി എടുത്തിട്ട് മട്ടകോണിൽ 50 ഡിഗ്രി എടുത്ത് ഒരു ലൈൻ വരയ്ക്കുക. ആ ലൈനിൽ 3 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്യുക, C എന്ന് അടയാളപ്പെടുത്തുക. AB-ക്ക് സമാന്തരമായിട്ട് സിയിലൂടെ ഒരു പാരലായിട്ട് സമാന്തരമായിട്ട് ഒരു ലൈൻ വരയ്ക്കുക. സ്കെയിലും സെറ്റ് സ്ക്വയറും വെച്ചിട്ട് സമാന്തരമായി ഒരു ലൈൻ വരച്ച് താഴെ 5 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ സിയിൽ നിന്നും 5 സെൻറ്റിമീറ്റർ അളന്ന് മാർക്ക് ചെയ്യുക. D എന്ന് ആ പോയിന്റിൽ D എന്ന് മാർക്ക് ചെയ്യുക. എയും ഡിയും യോജിപ്പിക്കുക. അപ്പോൾ ABCD ആണ് സാമാന്തരികം. ഇനി അടുത്തത്, സാമാന്തരികത്തിൻ്റെ വലിയ കോണിൻ്റെ അളവ് എത്ര? ഇത് 50 ഡിഗ്രിയാണ്. ബിയുടെ ഓപ്പോസിറ്റ് കിടക്കുന്ന കോൺ D 50 ഡിഗ്രി തന്നെ. പിന്നെ തൊട്ടടുത്ത് 180 - 50 A, അപ്പോൾ 130 ഡിഗ്രി ആയിരിക്കും. സിയും 130 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ വലിയ കോണിൻ്റെ അളവ് 130, 130 ഡിഗ്രി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഒരു സാമാന്തരികത്തിലെ 4 കോണുകളുടെ അളവുകളാകുന്നത് ചുവടെ നൽകിയിരിക്കുന്നവയിൽ ഏതാണ്? ക്വസ്റ്റ്യൻ നോക്കിയാൽ 40, 140, 50, 30. 2 കോണുകൾ തുല്യമല്ല അല്ലേ? അപ്പോൾ അതല്ല. രണ്ടാമത്തെ അഡ്ജസ്റ്റൻ്റ് ആയിട്ടുള്ള 2 കോണുകളുടെ അളവുകൾ 190 നമുക്ക് 180 കിട്ടേണ്ടത്. അപ്പോൾ ബി അല്ല, സി 70, 110, 70, 110. അപ്പോൾ 2 ജോഡി കോണുകൾ തുല്യമാണ്. അപ്പോൾ രണ്ടും കൂടി കൂട്ടിയാൽ 180 ഉണ്ട്. മൊത്തം അളവ് 360. അപ്പോൾ അതുകൊണ്ട് സി ആണ് അതിൻ്റെ ആൻസർ. രണ്ടാമത്തെ പ്രവർത്തനം, 2 ഭിന്നസംഖ്യകളുടെ ഗുണനഫലം കണക്കാക്കാൻ വരച്ച ചിത്രമാണിത്. നിറം നൽകിയ ഭാഗം ഗുണനഫലത്തെ സൂചിപ്പിക്കുന്നു. ഇതിൽ ആകെ 20 കള്ളികളാണുള്ളത്. അതിൽ 5 കോളം ഉണ്ട്, 4 റോ ഉണ്ട്. കോളം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ താഴത്തേക്കുള്ളത് 5 എണ്ണം, റോ വരികൾ 4 എണ്ണം. അപ്പോൾ ഗുണനഫലത്തെ സൂചിപ്പിക്കുന്ന ഭിന്നസംഖ്യ ഏത്? അപ്പോൾ 1/20. ഒരെണ്ണല്ലേ ഷെയ്ഡ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ 1/ പിന്നെ ടോട്ടലുള്ളത്. ഇനി ബി ക്വസ്റ്റ്യൻ, ഏത് 2 ഭിന്നസംഖ്യകളുടെ ഗുണനഫലമാണ് ചിത്രത്തിലൂടെ കണ്ടെത്തിയത്? 1/4 × 5 അല്ലേ? അല്ലെങ്കിൽ 1/5 × 4, 1/20. സി ക്വസ്റ്റ്യൻ, 1/4 × 1/3 എന്ന ചിത്രം വരച്ച് സൂചിപ്പിക്കുക. അപ്പോൾ 1/4 × 1/3 എന്ന് പറഞ്ഞാൽ നമുക്ക് 4 കോളം അല്ലെങ്കിൽ 4 റോ വരയ്ക്കാം. പിന്നെ 3 എണ്ണം താഴത്തേക്ക്. ഗുണനഫലം 1/4 × 1/3, 1/12. ഒരെണ്ണം ഷെയ്ഡ് ചെയ്യുക. 12 എണ്ണമാണ് കള്ളികളാണ് ആകെ വേണ്ടത്. ഇനി താഴെ തന്നിരിക്കുന്നവയിൽ ഗുണനഫലം 1നേക്കാൾ വലുത് ഏതാണ്? ഒന്നാമത്തെ നോക്കിയാൽ ക്വസ്റ്റ്യൻ, 2 × 1/3. 2 × 1 എത്രയാണ്? 2/3. അപ്പോൾ അത് 1നേക്കാൾ കൂടുതലല്ല. ബി ക്വസ്റ്റ്യൻ, 4 × 1/3. 4 × 1 4. 4/3 എന്ന് പറഞ്ഞാൽ നമ്മൾ മിശ്രഭിന്നാക്കുകയാണെങ്കിൽ 4നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1 + 1/3 എന്ന് കിട്ടും. അപ്പോൾ അതാണ് കറക്റ്റ് ആൻസർ.
സി ക്വസ്റ്റ്യൻ നോക്കിയാൽ 3 × 1/3 3 × 1 3 അല്ലേ, 3/3 1 നമ്മൾക്ക് ഇവിടെ ചോദിച്ചേക്കുന്നത് 1-നേക്കാൾ വലുതാണ് വേണ്ടത്, അപ്പോൾ അതല്ല. പിന്നെ നാലാമത്തെ 1/4 × 2, അപ്പോൾ 1 × 2/4 2 4 കൂടി വെട്ടി ചെറുതാക്കിയാൽ 2-ൽ 2 ഒരു പ്രാവശ്യം, 4-ൽ 2 2 പ്രാവശ്യം, അപ്പം അര, അതായത് 1/2 കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് ആൻസർ ബി ആണ്, 4 × 1/3. മൂന്നാമത്തെ പ്രവർത്തനം, അനുവിന് 8 വയസ്സും ആശയ്ക്ക് 12 വയസ്സും അവരുടെ അമ്മയ്ക്ക് 40 വയസ്സുമുണ്ട്. എ ക്വസ്റ്റ്യൻ, അനുവിൻ്റെ വയസ്സിൻ്റെ എത്ര മടങ്ങാണ് അമ്മയുടെ വയസ്സ്? അപ്പോൾ അനുവിൻ്റെ വയസ്സിൻ്റെ എത്ര മടങ്ങ്? അപ്പോൾ അമ്മയുടെ വയസ്സ് ഡിവൈഡഡ് ബൈ അനുവിൻ്റെ വയസ്സ്, അപ്പോൾ എത്രയാണ്? 5 മടങ്ങ് കേട്ടോ. അതായത് അനുവിൻ്റെ വയസ്സിൻ്റെ കൂടെ ഇൻറ്റു എത്രയാണ് അമ്മയുടെ വയസ്സ്. ഈ 8 × അറിയാത്ത കാരണം നമ്മൾ എക്സ് എന്ന് എഴുതി = 40. അപ്പോൾ അറിയാത്ത നമ്പർ കാണണമെങ്കിൽ ഇൻറ്റു അങ്ങോട്ട് പോകുമ്പോൾ ഈക്വൽ സൈൻ്റെ അപ്പുറത്തെ സൈഡിൽ പോകുമ്പോൾ ഡിവിഷൻ ആകും. അപ്പോൾ 40/8 5 മടങ്ങ്. അടുത്തത്, അമ്മയുടെ വയസ്സിൻ്റെ എത്ര ഭാഗമാണ് അനുവിൻ്റെ വയസ്സ്? അപ്പോൾ ഭാഗമാണ്, മടങ്ങാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലിയ സംഖ്യ, അതായത് അമ്മയുടെ വയസ്സ് ബൈ അനുവിൻ്റെ വയസ്സ്. ഇനി എത്ര ഭാഗമാണ്, എത്ര പാർട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അനുവിൻ്റെ വയസ്സ് ഡിവൈഡഡ് ബൈ അമ്മയുടെ വയസ്സ്. അപ്പോൾ എത്രയാണ്? 8/40. 8/40 എന്ന് പറയുമ്പോൾ 1/5. 1/5 ഭാഗം. ഇനി അടുത്തത്, അനുവിൻ്റെ വയസ്സിൻ്റെ എത്ര മടങ്ങാണ് ആശയുടെ വയസ്സ്? അപ്പോൾ ആശയുടെ വയസ്സ് ഡിവൈഡഡ് ബൈ അനുവിൻ്റെ വയസ്സ്, അപ്പോൾ എത്രയാണ്? ആശയുടെ വയസ്സ് 12 ബൈ അനുവിൻ്റെ വയസ്സ് 8. 12/8 എന്ന് പറഞ്ഞാൽ 6/4. അതിന് രണ്ടും ഇരട്ട സംഖ്യകളാണല്ലേ, അപ്പോൾ വീണ്ടും വെട്ടിച്ചെറുതാക്കാം. 2 ഉണ്ട്, 6-ൻ്റെ പകുതി 3, 4-ൻ്റെ പകുതി 2, അപ്പോൾ 3/2 മടങ്ങ്. അനുവിൻ്റെ വയസ്സിൻ്റെ 3/2 മടങ്ങാണ് ആശയുടെ വയസ്സ്. ഇനി അടുത്തത്, ആശയുടെ വയസ്സിൻ്റെ 3/1/2 മടങ്ങാണ് അച്ഛൻ്റെ വയസ്സ്. എങ്കിൽ അച്ഛൻ്റെ വയസ്സിൻ്റെ എത്ര ഭാഗമാണ് ആശയുടെ വയസ്സ്? ആശയുടെ വയസ്സിൻ്റെ 3.5 മടങ്ങാണ് അച്ഛൻ്റെ വയസ്സ്. ആശയുടെ വയസ്സ് എത്രയാണ്? 12 അല്ലേ, 12-ൻ്റെ 3.5 മടങ്ങ്. അപ്പോൾ നമുക്ക് അച്ഛൻ്റെ വയസ്സ് കണ്ടുപിടിക്കാം. 12-ൻ്റെ 3.5 മടങ്ങ്, 12 × 3.5. അപ്പോൾ 3.5 എന്ന് പറയുന്നത് മിശ്രഭിന്നാക്കിയാൽ 3 × 2 6, 6 + 1 7, 7/2. അപ്പോൾ 2 12-ൽ വെട്ടിപ്പോയാൽ 6 പ്രാവശ്യം, 6 × 7 42. അപ്പോൾ 42 വയസ്സാണ് അച്ഛന്. അച്ഛൻ്റെ വയസ്സിൻ്റെ എത്ര ഭാഗമാണ് ആശയുടെ വയസ്സ്? അപ്പോൾ ആശയുടെ വയസ്സ് ആദ്യം എഴുതാം, 12/42. അതായത് പിന്നെ വെട്ടിച്ചേർത്ത 12-ൻ്റെ പകുതി 6, 42-ൻ്റെ പകുതി 21. ഇനി 6-ൽ 3 പോകും അല്ലേ, അപ്പോൾ 2 പ്രാവശ്യം 6-ൽ 3, 2 × 3 6, 7 × 3 21. അപ്പോൾ 2/7 ഭാഗമാണ് ആശയുടെ വയസ്സിൻ്റെ, അച്ഛൻ്റെ വയസ്സിൻ്റെ 2/7 ഭാഗമാണ് ആശയുടെ വയസ്സ്. അടുത്തത്, ഒരു സംഖ്യയുടെ 3/5 ഭാഗം 60 കണ്ട. 3/5 ഭാഗം ഏത് സംഖ്യ എന്ന് നമുക്കറിയില്ല അല്ലേ, അപ്പോൾ ഏതോ ഒരു സംഖ്യ, അതിനെ എക്സ് നിട്ടു. എക്സിൻ്റെ ഇൻറ്റു 3/5 ആണ് 60. ആ സംഖ്യ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ്? അപ്പോൾ ഇൻറ്റു ഈക്വൽ സൈൻ്റെ അപ്പുറത്തെ സൈഡിൽ പോകുമ്പോൾ ഡിവിഷനാവും. എക്സ് ഇൻറ്റു 3/5 = 60 എന്നുള്ളത് എക്സ് = 60 ഡിവിഷൻ 3/5 ആവും. അപ്പോൾ നമ്മൾ ഡിവൈഡ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ഹരിക്കേണ്ട സംഖ്യേനെ മറച്ചിട്ട് ഗുണിക്കണം. അതായത് 60 × 5/3 അതാണ് ആൻസർ.
അടുത്ത ക്വസ്റ്റ്യൻ, ത്രികോണം എക്സ് വൈ സെഡിൽ വൈ സെഡ് 6 സെൻറ്റിമീറ്റർ, കോൺ വൈ ഈക്വൽ 65 65 ഡിഗ്രി, കോൺ സെഡ് ഈക്വൽസ് 55 ഡിഗ്രി 55 ഡിഗ്രി. ത്രികോണം വരയ്ക്കുക. ആദ്യമേ തന്നെ 6 സെൻറ്റിമീറ്ററിൽ ഒരു ലൈൻ വരയ്ക്കുക. അതിന് വൈ സെഡ് എന്ന് അടയാളപ്പെടുത്തുക. ഇനി മട്ടകോൺ വൈ എന്ന പോയിന്റിൽ കൊണ്ടുവച്ചിട്ട് അവിടുന്ന് 65 ഡിഗ്രി അടയാളപ്പെടുത്തുക. ഒരു ലൈൻ വരയ്ക്കുക. സെഡിൽ 55 ഡിഗ്രി കൊണ്ടുവച്ചിട്ട് ഒരു ലൈൻ വരയ്ക്കുക. അപ്പോൾ ആംഗിൾ വൈ 65 ഡിഗ്രി എന്ന് കിട്ടി. ആംഗിൾ സെഡ് 55 ഡിഗ്രി. വൈ സെഡ് വശം 6 സെൻറ്റിമീറ്റർ എന്ന് കിട്ടി. ഇനി മൂന്നാമത്തെ കോൺ എക്സ് എത്രയാണെന്ന് നോക്കുക. അപ്പോൾ 180 ആണ് 3 ആംഗിളും കൂടി കൂട്ടിയാൽ നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ 3 65 പ്ലസ് 55 എത്രയാണ്? 120. അപ്പോൾ എക്സ് 180 മൈനസ് 120 60 എന്ന് കിട്ടും. ഈ ത്രികോണത്തിൻ്റെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഈ ത്രികോണത്തിൻ്റെ ഏറ്റവും വലിയ വശം ഏതാണെന്ന് അളന്ന് നോക്കാതെ എഴുതുക. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കുക. ഇതിലെ ഏറ്റവും വലിയ കോൺ ഏതാണെന്ന് നോക്കുക. 65 ഡിഗ്രി അല്ലേ? 65 ഡിഗ്രിയുടെ വിപരീത വശത്ത് കിടക്കുന്ന സൈഡാണ് ഏറ്റവും വലിയ വശം. ഈ 65 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് കിടക്കുന്ന വശമാണ് ഏറ്റവും വലിയ വശം. ഏറ്റവും വലിയ ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് ഏറ്റവും വലിയ വശം കേട്ടോ. ഏതായിരിക്കും? എക്സ് സെഡ് ആയിരിക്കും വശം. ഇനി താഴെ തന്നിരിക്കുന്നവയിൽ ഒരു ത്രികോണത്തിൻ്റെ കോണുകളുടെ അളവുകൾ ആകാവുന്നത് ഏതാണ്? 110 40 40. 110 40 എത്രയാ? 150. 150 40 190. അപ്പോൾ അതല്ല, 180 കിട്ടും. അപ്പോൾ അത് ബി ആണ് കറക്റ്റ്. ബി കറക്റ്റാണ്. ഇനി 60 40 70. അപ്പോൾ 170 ആയിട്ടുള്ളൂ. അതല്ല. 100 50 40 190 ആവും. അതല്ല. അപ്പോൾ ബി ആണ് കറക്റ്റായിട്ടുള്ളത്. അഞ്ചാമത്തെ പ്രവർത്തനം, 4.5 സെൻറ്റിമീറ്റർ വശമുള്ള സമചതുരാകൃതിയായ ഒരു കാർഡിൻ്റെ പരപ്പളവ് എത്ര? സമചതുരാണല്ലേ? അപ്പോൾ അതിൻ്റെ പരപ്പളവ് ഏരിയ കാണാനായിട്ട് വശം ഇൻറ്റു വശം 4.5 സെൻറ്റിമീറ്ററാണ് അതിൻ്റെ നീളം തന്നേക്കുന്നത്. വീതിയും അതുതന്നെ. അപ്പോൾ 4.5 ഇൻറ്റു 2 പ്ലസ് 1/2. അതായത് എത്രയാണ്? 9/2. നമ്മളിതുപോലെയാണ് 2 ഇൻറ്റു 9/2 എത്രയാ? 9 ഇൻറ്റു 9 9 ഇൻറ്റു 9 81/4. ഇനി അതിനെ വീണ്ടും മിശ്രഭിന്നാക്കിയാൽ വീണ്ടും 81/4. അപ്പോൾ നമുക്ക് 20 ആൻഡ് 1/4 അത്രയും പരപ്പളവ്. എപ്പോഴും അതിൻ്റെ യൂണിറ്റ് എഴുതണം. യൂണിറ്റ് എത്രയാണ്? സെൻറ്റിമീറ്ററിലാണ് തന്നിരിക്കുന്നത് അല്ലേ? അപ്പോൾ അതുകൊണ്ട് നമ്മൾ സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് എഴുതണം. എന്നാൽ മാത്രമാണ് ഫുൾ മാർക്ക് കിട്ടുള്ളൂ. അല്ലെങ്കിൽ യൂണിറ്റ് എഴുതാത്ത കാരണം കൊണ്ട് അവർ മാർക്ക് കുറയ്ക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കൃത്യമായിട്ട് അതിൻ്റെ യൂണിറ്റ് എന്താണെന്നുള്ളത് എഴുതണം. ചതുരശ്ര സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ സെൻറ്റിമീറ്റർ സ്ക്വയർ. ഇനി അടുത്തത് ബി ക്വസ്റ്റ്യൻ, അതിൻ്റെ ഒരു വശത്തു നിന്നും 1/2 സെൻറ്റിമീറ്റർ വീതിയുള്ള ഒരു ചതുരം മുറിച്ചു മാറ്റി. ആ ഭാഗത്തിൻ്റെ പരപ്പളവ് എത്ര? അപ്പോൾ അതിൻ്റെ ഒരു വശം 1/2 സെൻറ്റിമീറ്ററാണ്. നീളത്തിന് വ്യത്യാസമൊന്നുമില്ല. ഒരു ചതുരമായിട്ടാണ്. അപ്പോൾ ചതുരത്തിൻ്റെ പരപ്പളവ് ഏരിയ കാണാനായിട്ട് നീളം ഇൻറ്റു വീതി. നീളം ഇപ്പോൾ ഇവിടെ വരുന്നത് 1/2 സെൻറ്റിമീറ്റർ, വീതി 4.5 സെൻറ്റിമീറ്റർ. അപ്പോൾ 1/2 ഇൻറ്റു 4.5 1/2 ഇൻറ്റു 1/2 ഇൻറ്റു 9/2. അപ്പം മുകളിൽ 1 ഇൻറ്റു 9/2 ഇൻറ്റു 2 9/4 സെൻറ്റിമീറ്റർ സ്ക്വയർ. അതാണ് അതിൻ്റെ ആൻസർ. ഇനി സി ക്വസ്റ്റ്യൻ, ബാക്കി ഭാഗം ഒരേ വലിപ്പമുള്ള 2 ചതുരങ്ങളാക്കി. ബാക്കി എന്ന് പറഞ്ഞാൽ 4.5 സെൻറ്റിമീറ്ററിൽ 1/2 സെൻറ്റിമീറ്റർ മുറിച്ചു മാറ്റി. പിന്നെയുള്ളത് 4 സെൻറ്റിമീറ്റർ അല്ലേ? അപ്പോൾ അതിനെ പകുതി ആക്കി. ഇതിൻ്റെ ഒരു ചതുരത്തിൻ്റെ പരപ്പളവ് എത്ര?
അപ്പോഴും അതിൻ്റെ വീതി നീളം വരുന്നത് 2 സെൻറ്റിമീറ്ററാണ് അല്ലേ. വീതി സെയിം തന്നെ 4.5, അതായത് 9/2. ഇപ്പോൾ 2 × 9 18/2. 18/2 എന്ന് പറഞ്ഞാൽ 18ൻ്റെ ഹാഫ് 9, അല്ലെങ്കിൽ ഈ രണ്ടും വെട്ടി ചെറുതാക്കിയാൽ നമുക്ക് 9 സെൻറ്റിമീറ്റർ സ്ക്വയർന്ന് കിട്ടും. അടുത്തത് ഡി ക്വസ്റ്റ്യൻ. 3/1/2 × 5 തുല്യമായത് ഏത്? ഏതാണ് 3/2? 2 × 5 7ൻ്റെ പകുതി അല്ലേ. 3.5 എന്ന് പറയുന്നത് 7ൻ്റെ പകുതി അല്ലേ. പകുതിയുടെ 5 മടങ്ങ്. ഇൻറ്റു വരാണെങ്കിൽ 5 മടങ്ങ്. ഭാഗം വരാണെങ്കിൽ ഡിവിഷൻ വരും കേട്ടോ. അപ്പോൾ അത് നോക്കണ്ട. അപ്പോൾ 7ൻ്റെ പകുതിയുടെ 5 മടങ്ങ്, അതാണ് കറക്റ്റ്. രണ്ടാമത്തെ ബി ക്വസ്റ്റ്യൻ നോക്കി. 5ൻ്റെ പകുതിയുടെ 3 മടങ്ങ്. 5ൻ്റെ പകുതി അല്ലല്ലോ ഇത്, അപ്പോൾ തെറ്റ്. 3.5യുടെ 1/5 ഭാഗം, അതുമല്ല. 1/5 അല്ല, 5 ഇനി 3ൻ്റെ പകുതി ഇവിടെ വരുന്നില്ല കേട്ടോ. അപ്പം അതുകൊണ്ട് 7ൻ്റെ പകുതിയുടെ 5 മടങ്ങാണ് ആൻസർ വരുന്നത്. ആറാമത്തെ പ്രവർത്തനം. 3 മീറ്റർ നീളമുള്ള ഒരു റിബൺ 3/4 മീറ്റർ നീളമുള്ള കഷ്ണങ്ങളാക്കിയാൽ എത്ര കഷ്ണങ്ങൾ ഉണ്ടാകും? അപ്പോൾ നമ്മുടെ മനസ്സിലൊരു ഐഡിയ വേണം. അപ്പോൾ നമുക്ക് ഇത് ഭിന്നസംഖ്യ ഇല്ലാണ്ട് തന്നെ ഒന്ന് നോക്കിയേ. വെറുതെ ജസ്റ്റ് ഒന്ന് നോക്കുക. 10 മീറ്റർ നീളമുള്ള എക്സാമ്പിളാണ് കേട്ടോ. 10 മീറ്റർ നീളമുള്ള റിബൺ 2 മീറ്റർ നീളമുള്ള കഷ്ണങ്ങളാക്കിയാൽ എത്ര കഷ്ണം ഉണ്ടാകും? അങ്ങനെ ഒരു ഐഡിയയിൽ നമ്മൾ ചെയ്ത് നോക്കാം. അപ്പോൾ എന്താ ചെയ്യേണ്ടേ? 10 മീറ്ററിനെ 2 മീറ്റർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക അല്ലേ. 2 മീറ്റർ നീളമാണ്, അപ്പോൾ 5 കഷ്ണം കിട്ടും. അതേപോലെ നമുക്കപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് ഒരു ഐഡിയ കിട്ടിയില്ലേ. 10നെ എത്ര മീറ്ററാണോ റിബൺ, അതിന് ചെറിയ എത്ര മീറ്ററുള്ള കഷ്ണമാണോ അതുകൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് ആൻസർ റിബണിൻ്റെ നീളം നമുക്ക് 3 മീറ്ററാണ്. ചെറിയ കഷ്ണത്തിൻ്റെ നീളം 3/4 മീറ്ററുള്ള കഷ്ണങ്ങളാണ് നമ്മൾ ആക്കുന്നത്. അപ്പോൾ ആകെ കഷ്ണങ്ങളുടെ എണ്ണം 3 / 3/4. അപ്പോൾ ഹരിക്കുകയാണ് വേണ്ടത്. 3 / 3/4. അപ്പോൾ ഭിന്നസംഖ്യകളെ ഹരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? മറച്ചിട്ട് ഗുണിക്കണം. അപ്പോൾ 3/4 എന്നുള്ളത് 4/3 എന്നാകും മറച്ചിട്ട് ഗുണിക്കുമ്പോൾ. 3 × 4/3. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ 3 വെട്ടിപ്പോയാൽ നമുക്ക് എത്ര ആൻസർ കിട്ടും? 4. 4 കഷ്ണങ്ങളാണ് ഉണ്ടാകുക. ബി ക്വസ്റ്റ്യൻ ഇതാണ്. 23/1/3 ചതുരശ്ര മീറ്റർ പരപ്പളവുള്ള ഒരു ചതുരത്തിൻ്റെ വീതി 3/1/3 മീറ്ററാണ്. അതിൻ്റെ നീളം എത്ര? ചതുരത്തിൻ്റെ പരപ്പളവ് കാണുന്നതിന് ഏരിയ കാണാനായിട്ട് നീളം ഇൻറ്റു വീതിയാണ്. അപ്പോൾ നീളം തന്നിട്ടില്ല, അപ്പോൾ തന്നിട്ടുള്ളതൊക്കെ എഴുതുക. ഇപ്പോൾ 23/1/3 ചതുരശ്ര മീറ്റർ എന്നത് നീളം ഇൻറ്റു 3/1/3 മീറ്ററാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം അല്ലേ. നീളം ഇൻറ്റു 3/1/3 23/1/3. അപ്പോൾ നീളം കാണാൻ ഇൻറ്റു 3/3 എന്നുള്ളത് ഈക്വൽ സൈൻ്റെ ഇപ്പുറത്തേക്ക് പോകുമ്പോൾ ഡിവിഷനാവും. 23/1/3 ഡിവിഷൻ 3/1/3. അപ്പം അതിനെ സി ക്വസ്റ്റ്യൻ ചുവടെ തന്നിരിക്കുന്നവയിൽ ഒന്നിന് തുല്യമല്ലാത്തത് ഏത്? 5 × 1/5. അപ്പോൾ 5ഉം 5ഉം വെട്ടിപ്പോവും അല്ലേ. 5 × 1/5 ആണല്ലോ. 5 വെട്ടിപ്പോയാൽ മുകളിൽ 1/1. അപ്പോൾ ആൻസർ 1. രണ്ടാമത്തെ 1/1/2. അപ്പോൾ അതിനെ വിഷം ഭിന്നാക്കുമ്പോൾ 2 × 1 2 + 1 3/2 ഇൻറ്റു 2/3. 2 വെട്ടിപ്പോയി, 3 വെട്ടിപ്പോയി. അപ്പോൾ 1 ആൻസർ. ഇനി 1/3 ഇൻറ്റു 3/5. 3 വെട്ടിപ്പോയി കഴിഞ്ഞാൽ ബാക്കി 1/5 ആൻസർ. അപ്പോൾ അതാണ് ഒന്നിന് തുല്യമല്ലാത്തത്. ഡി ക്വസ്റ്റ്യൻ 3/5 × 5/3. 3 വെട്ടിപ്പോയി, 5 പോയി. അപ്പോൾ 1 ആൻസർ. അപ്പോൾ അതുകൊണ്ട് സി ആണ് ഇവിടെ ആൻസർ. ഏഴാമത്തെ പ്രവർത്തനം. ചിത്രത്തിൽ XY എന്ന് അടയാളപ്പെടുത്തിയിരിക്കുന്ന കോണുകളുടെ അളവുകൾ കണ്ടെത്തി എഴുതുക. 140 ഇട്ടിട്ടുണ്ട്, അതിൻ്റെ ഓപ്പോസിറ്റാണ് X. അപ്പോൾ വിപരീത കോണുകൾ തുല്യമായിരിക്കും. അപ്പോൾ 140ൻ്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന X 140 ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് X 140 എന്ന് കിട്ടി. എതിർകോണുകൾ തുല്യമാണ്.
ഇനി അടുത്തത് വൈ ഒരു രണ്ട് ലീനിയർ പെയറാണ്, രേഖീയ ജോഡി. രണ്ടും കൂടി കൂട്ടിയാൽ ഈ 70ഉം വൈയും കൂടി കൂട്ടിയാൽ ഒരു ലൈനിൻ്റെ ഒരു സൈഡിൽ കിടക്കുന്ന ആംഗിളുകൾ കൂട്ടിയാൽ നമുക്ക് 180 കിട്ടണം. അപ്പോൾ 70 + y 180 ആണ്. അപ്പോൾ y എന്ന് പറഞ്ഞാൽ 180 - 70, അപ്പോൾ 110 ഡിഗ്രി, രേഖീയ ജോഡി. അടുത്തത് ചിത്രത്തിൽ മുകളിലത്തെയും താഴത്തെയും വരകൾ സമാന്തരങ്ങളാണ്. ത്രികോണത്തിലെ 3 കോണുകളുടെയും അളവുകൾ കണ്ടെത്തി എഴുതുക. സമാന്തരങ്ങളാണ്, പാരലലാണ്. ഏതൊക്കെ ലൈനുകൾ? എ ബിയും സി ഡിയും. എ ബിയും സി ഡിയും പാരലലാണെങ്കിൽ ഒരു ലൈൻ, അതായത് ഡി എ എന്ന ലൈൻ, അതിനെ കട്ട് ചെയ്ത് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഇൻറ്റീരിയർ ആംഗിൾസ്, ഇപ്പോൾ 1 and 2 എന്ന് എഴുതി യെല്ലോ കളറിൽ മാർക്ക് ചെയ്തിട്ടില്ലേ, ഉള്ളിലുള്ള 2 ആംഗിൾസും കൂടി കൂട്ടിയാൽ നമുക്ക് 180 കിട്ടണം. ഇപ്പോൾ ആദ്യത്തെ ആംഗിൾ എയിൽ 60 ആണ് അല്ലേ. പിന്നെ ആംഗിൾ എ ഡി ഇ എന്ന് പറയുന്നത് 70 തന്നിട്ടുണ്ട്. ശരിക്കും ആംഗിൾ ബി എ ഡിയും ആംഗിൾ എ ഡി സിയും ആഡ് ചെയ്താൽ നമുക്ക് 180 കിട്ടണം. അപ്പോൾ ഒരു 60 ഉണ്ട്, ഒരു 70 + x = 180 ആണ്. അപ്പോൾ രണ്ടും കൂടി 60 70 130 + x 180. അപ്പോൾ x എന്ന് പറയുന്നത് 180 - 130, 50 ഡിഗ്രി. അപ്പോൾ ഒരു സൈഡ് കിട്ടിയില്ലേ നമുക്ക്. സി ഡി ഇ എന്ന് പറയുന്നത് 50 ഡിഗ്രി കിട്ടി. അതേപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിലും ബി സി എന്ന ലൈൻ കട്ട് ചെയ്ത് വരുമ്പോൾ ആംഗിൾ ബി 70 ഡിഗ്രിയാണ്, ആംഗിൾ ബി സി ഇ 60 ഡിഗ്രിയാണ്, + x = 180. അപ്പോൾ 70 + 60 + x 180, 130 + x 180, x എന്ന് പറയുന്നത് 180 - 150. അപ്പോൾ എത്രയാണ്? 180 - 130, അപ്പോൾ എത്രയാണ് കിട്ടുന്നത്? 50 ഡിഗ്രി എന്ന് കിട്ടും. ഇനി അടുത്തത് നമുക്ക് കാണേണ്ടത് ഈ ചെറിയ ട്രയാങ്കിളിൽ രണ്ട് ആംഗിൾ കിട്ടിയില്ലേ, 50 50 എന്ന്. ഇനി ആംഗിൾ ഡി സി കാണാനായിട്ട് മൊത്തം ഒരു ത്രികോണത്തിൻ്റെ മൊത്തം അളവ് 180 ആണ്. അപ്പോൾ 180 നിന്ന് 50 + 50 100 മൈനസ് ചെയ്താൽ 80 കിട്ടും. അപ്പോൾ അതാണ് അതിൻ്റെ ആംഗിൾ ഇ എന്ന് പറയുന്നത് 80 ഡിഗ്രി. എട്ടാമത്തെ പ്രവർത്തനം, ഈ ചിത്രം ഇതേ അളവിൽ വരയ്ക്കുക. അനുയോജ്യമായ രീതിയിൽ ഷെയ്ഡ് ചെയ്ത് ഭംഗിയാക്കുക. ആദ്യമേ തന്നെ എ ബി 6 സെൻറ്റിമീറ്ററിൽ വരയ്ക്കുക. ബിയിൽ നിന്നും 6 സെൻറ്റിമീറ്റർ കോമ്പസിൽ എടുത്തിട്ട് ഒരു ആർക്ക് വരയ്ക്കുക. എയിൽ നിന്നും ആർക്ക് വരയ്ക്കുക. എന്നിട്ട് സി എന്ന് രണ്ടും കൂടിയും കൂട്ടിമുട്ടുന്ന ആ പോയിൻറ്റിൽ സി എന്ന് അടയാളപ്പെടുത്തുക. എ ബി സി. അപ്പോൾ അങ്ങനെ നമുക്കൊരു വലിയ ട്രയാങ്കിൾ കിട്ടും. ഇനി അതിനെ 3 പാർട്ടായിട്ടാണ് തിരിച്ചിരിക്കുന്നത് ഓരോ ഭാഗവും. അപ്പോൾ 6/3 2. അപ്പോൾ 2 സെൻറ്റിമീറ്റർ വെച്ചിട്ട് ഡോട്ട് ഇടാം. ഡോട്ട് ഇട്ട് കഴിഞ്ഞ് ഇതിനെ ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്ത് ചിത്രത്തിൽ കാണുന്ന പോലെ ബി സിയിൽ ഇപ്പോൾ 2 ഡോട്ട് റെഡ് കളറിൽ, അതേപോലെ തന്നെ എ സിയിൽ 2 ഡോട്ട്, അങ്ങനെ അതെല്ലാം കൂടി ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്തതിന് ശേഷം ആവശ്യമില്ലാത്ത ഈ ലൈനുകളുണ്ടല്ലോ, ഞാനിപ്പോൾ ഇവിടെ ഗ്രീൻ കളറിൽ ഡോട്ട് ഇട്ടിട്ട് വെച്ചിട്ടുണ്ട്, അതങ്ങ് മായ്ച്ച് കളയുക. പിന്നെ ഷെയ്ഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് പറഞ്ഞ ചിത്രം കിട്ടും.